എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇതുപോലെ നട്ടലിന് കഴുത്തില് പോയി വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. ആദ്യം അടിച്ചപ്പോൾ എൻ്റെ അനിയൻ വന്ന് വലിച്ചങ്ങ് മാറ്റി. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അവരുടെ തറയിൽ കിടക്കും, അവിടെ തന്നെ കിടക്കും. അവിടെ ഇട്ടാണ് അടിക്കുന്നത്. ഒരുപാട് ഉപദ്രവിച്ച്. എന്റെ ദൈവമേ, ഇയാൾ ഇങ്ങനെ നടന്നാൽ സർവീസ് അയക്കാൻ മുതൽ വിവരം കെട്ടവനാണ്. കൊച്ചു പയ്യനാണ്, പക്ഷെ ഒരു വിവരദോഷിയാണ്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. കേരള കൃഷി ഉണ്ടായപ്പോൾ എന്റെ അടുത്ത് മോപ്പിച്ചു വന്ന് ഞാൻ പിന്നെ കൂടുതൽ വില കാണിക്കേണ്ട. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പിന്നെ സർവീസ് അയക്കുന്ന പണിയെല്ലാം കാണിക്കുന്ന പറഞ്ഞ് അവസാനം ബാക്കിയുള്ളവരെല്ലാം തന്നെ ഞങ്ങളെ വണ്ടിക്കകത്ത് കയറ്റിയിരുത്തിയാണ്. കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന്. നമ്മളവിടെ മാറി നിന്നത്, നമ്മൾ പരിപാടി കണ്ടിട്ട് മാറി. അപ്പം DJ-യുടെ സൗണ്ട് ഓഫ് ചെയ്തിട്ടിരുന്നേ, നമ്മൾ മാറി നിന്നിരുന്നേ. അപ്പം അതിനകത്ത് വണ്ടിയിൽ DJ-യുടെ പാട്ടെങ്ങാണ്ട് ആരോ ഇട്ട് കൊന്നളെ ഞാൻ പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ട് ഇവിടെ ചോദിച്ചാൽ മതി. ഞാൻ, ഹസ്ബൻഡ്, ചേച്ചി, എൻ്റെ അനിയനായിരുന്നു ഉള്ളത്. അപ്പം ആ വണ്ടി പര്യാപ്തി ആരോ DJ ഇട്ടെന്നും പറഞ്ഞാൽ അവിടെ പ്രശ്നം, പാട്ടിട്ടെന്നും പറഞ്ഞാൽ പ്രശ്നം. ഒരു പോലീസ് ഇൻസ്പെക്ടർ ആയപ്പോഴെങ്കിലും നീ ഒന്ന് നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് തെറ്റിപ്പോയടാ. അപ്പം നമ്മളെ സൈഡിൽ വേറൊരു പയ്യൻ നിൽപ്പുണ്ടായിരുന്നു മേളിലാട്ട്. അപ്പൊ അവനെ കാലിൽ പിടിച്ച് വലിച്ച് താഴോട്ടങ്ങിട്ട്. സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. ആ പയ്യനെ പിടിച്ച് കാലിൽ നിന്ന് വലിച്ച് താഴോട്ടിട്ട് അത് വന്ന് വീഴുന്ന എന്റെ പുറത്താ വീഴുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, സാർ എന്തി കാണിക്കുന്നത്? അതെനിക്കിഷ്ടമില്ല. അപ്പൊ ആ ഹസ്ബൻഡ് അടുത്ത് വിളിച്ച്, നിനക്കെന്തോ വേണം, നീ മാറി നില്ലടാ എന്നും പറഞ്ഞ് പിടിച്ച് തെല്ലി. എന്റെ കൈ കിട്ടിയ ഞാടി നല്ല ഇടിയിടിക്കും. പറഞ്ഞു, സാറേ ആവശ്യമില്ല, എന്തിനാ നമ്മളെ ഉപദ്രവിക്കുന്നത്, കാര്യം പറഞ്ഞാൽ പോരെ. ആ പയ്യനെ പിടിച്ച് തറയിട്ട് വന്ന് എന്റെ ഭാര്യയുടെ പുറത്താ വീണേന്നും പറഞ്ഞു. നീ ഏതാടാന്ന് പറഞ്ഞ മുടി ബാക്കിലത്തെ മുടിയിൽ പിടിച്ച് വലിച്ചോണ്ടാ പോന്നെ. ഇവൻ നമ്മൾ നാളെടുത്തോണ കേട്ടാ. അപ്പൊ ഞാൻ കൂടെ ചെന്നു. ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനെ വിടാൻ പറഞ്ഞു. ഒരു തരത്തിൽ വിടത്തില്ല. നീ മാറി നില്ലടി, നീ എന്തിനാ സംസാരിക്കാൻ ചോദിച്ച എന്റെ നേരെ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഞാൻ പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനെ വെറുതെ വിട്, പുള്ളിക്കാരൊന്നും ചെയ്തില്ലൊന്നും പറഞ്ഞില്ല. വേറെ കേൾക്കത്തില്ല. അവിടെ ഇട്ട് ഞങ്ങളെ അടിച്ച്. എന്റെ ചേച്ചിയെ ഞങ്ങളെല്ലാവരും പിടിച്ച് തെള്ളിയപ്പോൾ വന്ന് തറയിൽ വീണ് പെപ്പർ സ്പ്രേ എടുത്ത് അടിച്ചപ്പോഴാണ് എനിക്ക് ശ്വാസം മുട്ടിയ പെട്ടെന്ന് കയറി. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അടിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരി എന്റെ അനിയൻ പിടിച്ചങ്ങ് മാറ്റി. സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ അച്ഛന്റെ പ്രായമുള്ള ആൾക്കാർ വരെ വന്ന് അവരെ വരെ അടിച്ച്. പയ്യന്മാരെ അടിച്ച് ഫോൺ എറിഞ്ഞ് പൊട്ടിച്ച് പുള്ളിക്കാരൻ. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഈ പറയുന്ന SC കിരൺ എന്ന് പറയുന്ന സാറാണ് ഇതെല്ലാം ചെയ്തത്. പുള്ളിക്കാരൻ നമ്മളെ എടുത്തിട്ട് ശരിക്കും അടിച്ച്. എന്റെ ദേഹം മൊത്തം പാടാ. എനിക്ക് വേദന കാരണം വയ്യ. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ജീപ്പിനകത്ത് കയറ്റിയിട്ടാണ് പെപ്പർ സ്പ്രേ, അതുലെന്ന് പറയുന്ന സാറ് പെപ്പർ സ്പ്രേ മുഖത്തടിച്ച്. അപ്പൊ ഈ ഒരു ഇത്ര ഭാഗം അപ്പോഴത്തേക്ക് ഭയങ്കര നീറ്റലായി. നിങ്ങൾ മനുഷ്യനോ മൃഗം? നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റ. എന്നിട്ട് ലാത്തിക്ക് അതിനകത്ത് വെച്ചിട്ട് പുള്ളിക്കാരന്റെ മുതുവിന്റെ ഈ ഭാഗത്തായിട്ട് ഇടിച്ച്. എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയൂ? വേണ്ട, അതത്ര നിസ്സാരമായി കാണുമൊന്നും വേണ്ട. വിളഞ്ഞ വിത്ത. കുണ്ട്ര സ്റ്റേഷനിലെ കിരൺ സാറിനോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, കഴപ്പ് കൂടുമ്പോഴേ 2 ദിവസം ലീവ് എടുത്തിട്ട് തിരുവനന്തപുരത്തുള്ള വീട്ടിൽ പോയി അമ്മയോടത്തും പെങ്ങളടുത്തും ഭാര്യയെടുത്തും തീർക്കണം കഴപ്പ്. നാളുള്ള പെൺകുട്ടികളുടെ മേലെ ഇതുപോലെ തെമ്മാടത്തിലും ഇനി കാണിക്കാൻ നിന്നാൽ ഇനി സർവീസ് കുറെ നാളുണ്ടല്ലോ. ഈ പ്രൊബേഷൻ പീരീഡിൽ കഴിഞ്ഞ് നീ ജോലിക്ക് കയറുമോ എന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞാൽ നിനക്കുള്ള സർവീസുള്ള സമയത്ത് നീ ഏതെങ്കിലും പെൺകുട്ടികളുടെ നേരെ ഇനി കൈ കൊണ്ടുമ്പോൾ നീ ഓർക്കണം എന്നും ഈ ഒരു ദിവസം. കഴകഴപ്പാതിലേഹ്യം ഇവിടെ ചൗപ്പട്ടിയിൽ ഫാർമസിയിൽ കിട്ടും. കൃമികടിക്കും ഉറക്കക്കുറവിനും വളരെ ഉത്തമം. നിനക്കൊരെണ്ണം വാങ്ങിച്ചു തരട്ടെ. ആദ്യം അടിച്ചപ്പോൾ എൻ്റെ അനിയൻ വന്ന് വലിച്ചങ്ങ് മാറ്റി. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും അവരുടെ തറയിൽ കിടക്കും, അവിടെ തന്നെ കിടക്കും. അവിടെ ഇട്ടാണ് അടിക്കുന്നത്. ഒരുപാട് ഉപദ്രവിച്ച്. ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടെ നിന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണം. ഇപ്പോൾ പെപ്പർ സ്പ്രേ അടിക്കുക, വണ്ടിക്കകത്ത് കൊണ്ടുകിടന്ന് ഇടിക്കുക, എത്ര പ്രാകൃതമായ രൂപത്തിലാണ് പോലീസ് ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി ഒരു കണ്ണാടി എടുത്ത് മുഖത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് തറപ്പിച്ച് പറയണം, പാഴായിപ്പോയ ജന്മം. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.